ഏവർക്കും നമസ്കാരം. അമൃതം രാമായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ വനവാസത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന ശ്രീരാമചന്ദ്രനെ നമുക്ക് കണ്ടു. ആ വനവാസത്തിലേക്ക് പോകാൻ തയ്യാറാവുന്ന ശ്രീരാമചന്ദ്രൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. ഓരോ വ്യക്തികളുടെ സ്വഭാവങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചു. തപോവന സ്വാമികളെ നമുക്ക് കാണാൻ സാധിച്ചു. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കഥാപാത്രത്തെയാണ് നമുക്ക് കാണാനുള്ളത്. കഥാപാത്രമല്ല, ജീവിച്ച് തൻ്റെ ജീവിതം എന്തിനാണ് എന്ന് ലക്ഷ്മണൻ കാണിച്ചു തന്നതുപോലെ ഊർമിള, ലക്ഷ്മണൻ്റെ പത്നിയായ ഊർമിള നമുക്ക് പറഞ്ഞു തന്നു, കാണിച്ചു തന്നു എന്നുള്ളതാണ്, പറഞ്ഞു തന്നിട്ടില്ല അല്ലേ. സീത ശ്രീരാമൻ്റെ കൂടെ ചെല്ലാൻ തയ്യാറായി. പക്ഷേ അവിടെ ലക്ഷ്മണൻ ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. ആരോട്? ഊർമിളയോട്. ചോദിക്കണ്ടേ? തൻ്റെ സഹധർമ്മിണിയല്ലേ, ചോദിക്കേണ്ട ഉത്തരവാദിത്തമില്ലേ? പക്ഷേ ഇതാണ് ഞാൻ പറയുന്ന ഒരു സങ്കല്പം. ഭാര്യാഭർത്തൃ സങ്കല്പം എന്ന് പറയുന്നത് ആ ഭർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ ചെയ്യണമെന്ന് ചിന്തിക്കുന്നത്, അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് സേവനം ചെയ്യുന്ന ധർമ്മപത്നി എന്നുള്ള വാക്കാണ് ചെയ്യുക. സഹധർമ്മം എന്നുള്ള വാക്ക് നമുക്ക് സഹധർമ്മിണി എന്ന് നമുക്ക് പറയും. പിന്നെയോ നമ്മുടെ വീടുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വീടുകളെ സംരക്ഷിക്കേണ്ടത് ഗൃഹസ്ഥ ഭരണം നല്ല രീതിയിൽ കാഴ്ചവെക്കുന്നത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുരുഷന്മാരുടെ പേരിലല്ല റേഷൻ കാർഡ് കിട്ടുക, സ്ത്രീകളുടെ പേരിലാണ് അല്ലേ. അപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന ഒരു മഹാസങ്കല്പത്തിൽ ഊർമിളയെ നമുക്കെടുക്കാൻ സാധിക്കും അല്ലേ. പണ്ട് നമുക്ക് പാഠപുസ്തകങ്ങളിൽ പഠിക്കാൻ ഊർമിളയെ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ചാപ്റ്ററുകൾ പഠിക്കുന്ന സമയത്ത് നിവേദിത എന്ന് പറയുന്ന വിവേകാനന്ദൻ്റെ ശിഷ്യയായ നിവേദിതയെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ. ഇവിടെ നമുക്ക് നോക്കിയാൽ രാമായണത്തിലെ ഒരു ഉജ്ജ്വല സ്ത്രീ കഥാപാത്രം തന്നെയാണ് ഊർമിള. ജനകന്റെ സ്വന്തം പുത്രിയായിരുന്നിട്ടും ജാനകി എന്ന് പേര് ആർക്കാ കിട്ടേണ്ടത്? ഊർമിളയ്ക്കാണ് കിട്ടേണ്ടത്. അത് കൈവിട്ട് പോയി. കാരണം ജാനകി എന്ന് പറഞ്ഞാൽ സീതയെയാണ് പറയാൻ. സ്വന്തം പുത്രിയായിരുന്നു പോലും ഉഴവുചാലിൽ നിന്നും കിട്ടിയ ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ കുട്ടിയെ സംരക്ഷിച്ച് ആ കുട്ടിയുടെ പ്രഭാവത്തിൽ നമുക്ക് ജാനകി എന്ന പേര് കിട്ടിയത്. മിഥിലയുടെ പുത്രിയായിരുന്നിട്ടും മൈഥിലി ആകാതിരുന്നവർ. ചിന്തിച്ചു നോക്കൂ. ഇതൊക്കെ നമുക്ക് ഒരു ചർച്ച വയ്ക്കാൻ മാത്രമേ പറ്റൂ. ഇതൊന്നും മറ്റുള്ളവരോട് പറഞ്ഞു തർക്കിക്കാനല്ല അല്ലേ. മിഥിലയുടെ പുത്രിയായിരുന്നിട്ടും മൈഥിലി എന്ന് പേര് വിളിക്കാത്ത, മൈഥിലിയും ജാനകിയും എല്ലാം സീതയെയാണ് നമുക്ക് പേര് വിളിക്കാനുള്ളത്. അപ്പോൾ തനിക്ക് ലഭിക്കേണ്ട എല്ലാ അംഗീകാരങ്ങളും വാത്സല്യങ്ങളും സ്ഥാനങ്ങളും സീതയ്ക്ക് ലഭിച്ചിട്ടും മൂകസാക്ഷിയായിരിക്കുന്നവളാണ് ആര്? ഊർമിള അല്ലേ. നമുക്കൊക്കെ പറയാറില്ലേ, ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ അത് ഉപമയാമത് എന്ന് അല്ലേ. ലക്ഷ്മണന്റെ പത്നിയായിട്ട് വരണമെങ്കിൽ ഇവിടെയും സുമിത്ര മാതാവിനെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചു അല്ലേ. എന്താണ്? തൻ്റെ ഭർത്താവ് ബാക്കി 2 പത്നിമാരെയും കൊണ്ട് നടക്കുമെങ്കിലും സുമിത്ര മാതാവിനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ സുമിത്രയ്ക്ക് ഭഗവാൻ അരുളി ചെയ്ത് 2 പുത്രന്മാരെ ലഭിക്കുകയും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ സുമിത്രയുടെ വാക്കുകളാണ് നമ്മൾ വളരെ ശ്രേഷ്ഠമായിട്ട് വരരുചി പോലും. യാത്ര 41 ദിവസത്തെ ദേശാടനത്തിൽ അവസാനം അദ്ദേഹം മനസ്സിലാക്കിയത് സുമിത്ര മാതാവിൻ്റെ ഈ ഒരു കാര്യത്തെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ഇറുമ്പുകളാണ്. ഇറുമ്പ് കൂടിൻ്റെ അടുത്തിരുന്നപ്പോൾ അവിടെ ഇറുമ്പുകൾ സംസാരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇറുമ്പിനെ ആട്ടി ഓട്ടാറുണ്ട്, ചൂലെടുത്ത് അടിച്ചു വരാറുണ്ട്. ഇറുമ്പ് വരാതിരിക്കാനുള്ള മരുന്നുകൾ നമ്മൾ അടുക്കളയിൽ പോലും ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ ആ എറുമ്പുകൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ആർക്ക് കാണാൻ സാധിച്ചു? വരരുചിക്ക് സാധിച്ചു. അതിനെയാണ് അദ്ദേഹം 16 തരത്തിൽ വ്യാഖ്യാനിച്ചത്.
അങ്ങനെയുള്ള ആ അമ്മയുടെ മരുമകളായിട്ട് വരുന്ന ഊർമിളയെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. എല്ലാ സൗകര്യങ്ങൾ ലഭിച്ചിട്ടും, ആ എല്ലാ പേരുകൾ തനിക്ക് വരേണ്ടതാണെന്ന് ലഭിച്ചിട്ടും, പക്ഷേ അതിൽ നിന്നും എല്ലാം ഒരു മാറ്റവുമില്ലാതെ, ഒരു ഭേദവ്യത്യാസമില്ലാതെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ജനക മഹാരാജാവിൻ്റെ പുത്രിയായ ഊർമിളാദേവിയെ രാമായണത്തിലെ നിശബ്ദ കഥാപാത്രമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും അല്ലേ. ഊർമിള ലക്ഷ്മണന്റെ പത്നിയായിട്ട് നമുക്ക് ഇവിടെ വസിഷ്ഠ മഹർഷി പറഞ്ഞതനുസരിച്ച്, ചോദിക്കുന്നതനുസരിച്ച്, ജനകൻ ചോദിക്കുന്നതനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശത്രുഘ്നന്റെ ഭാര്യയുടെ പേര് ശ്രുതകീർത്തി എന്നാണ്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും പരമാത്മമായ സത്യമാണ്. അപ്പോൾ കേൾക്കുന്നതെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ ശ്രുതകീർത്തിയാവാൻ നമുക്ക് സാധിക്കണം. ശ്രുതകീർത്തിയിലൂടെ മനസ്സിനെ ഊർമിളപ്പെടുത്തുവാൻ സാധിക്കണം. എന്ത് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും എൻ്റെ മനസ്സും ശരീരവും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയും ഇത്തരത്തിലായിരിക്കും, അത് സമൂഹത്തിനും കുടുംബത്തിനും ധർമ്മത്തിനും വേണ്ടിയിട്ടായിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള കഥാപാത്രത്തെ നമുക്ക് ഊർമിള കാണിച്ചു തരുന്നു. ദുഃഖപുത്രിയായിട്ട് നമുക്ക് വേണമെങ്കിൽ പലരും ഇതിനെ പറയാറുണ്ട്. പക്ഷെ ഒരു ദുഃഖവും ഇല്ലാതെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിലെ എല്ലാ അമ്മമാരെയും ശുശ്രൂഷാജനകമായിട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശുശ്രൂഷിച്ചതും ഭക്ഷണം കൊടുക്കേണ്ടതും എല്ലാ ഉത്തരവാദിത്വവും ആർക്കുണ്ടായിരുന്നു? ഈ ഊർമിളാദേവിക്കുണ്ടായിരുന്നു. അപ്പം മനസ്സിനെ നമുക്ക് വളരെയധികം ശ്രേഷ്ഠമാക്കിയെടുത്ത ഒരു കഥാപാത്രം തന്നെയാണ് ആര്? ഊർമിള. ഭർത്താവിൻ്റെ കൃത്യ നിർവഹണത്തിൽ പങ്കാളി ആവുക തന്നെയാണ് പത്നിയുടെ ഏറ്റവും മഹത്തായ ലക്ഷ്യം. ദുഃഖിപ്പതില്ലി നേരമെനിക്ക് മംഗളം നേർന്നിടുവാൻ കാമിച്ചിടുന്നു എന്നാണ് ഊർമിള പറയുന്നത്. അതായത് ദുഃഖിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല അല്ലേ. നമുക്കൊക്കെ ദുഃഖിക്കാനൊരു സമയമുണ്ട്, ദേഷ്യപ്പെടാനൊരു സമയമുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് ദുഃഖിച്ചിരിക്കുവാൻ എനിക്ക് തീരെ സമയമില്ല എന്ന് പറയുന്ന ആ ഊർമിളാദേവിയെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇവിടെ സ്മൃതി ഒരു കാര്യം പറയുന്നുണ്ട്, മനുസ്മൃതി പോലെ, കാര്യേഷു മന്ത്രി സ്നേഹേഷു മാതാ കരുണേഷു ദാസി ശയനേസ്തു വേശ്യ രൂപേഷു ലക്ഷ്മി ഷഡ്കർമ്മ നാരി ക്ഷമയാ ധരിത്രി കുലധർമ്മ പത്നി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഹൃദയവേദന വേണ്ടത്ര പ്രാതിനിധ്യത്തോടെ കവി രാമായണത്തിൽ നമുക്ക് പ്രതിപാദിക്കുന്നു. സുമിത്രയെ ചൊല്ലി മഹാവാക്യം രാമായണത്തിൽ കാലം നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളത് നമുക്ക് കാലം ഏറ്റുവാങ്ങുന്നു. അയോധ്യ അടവി വിദ്യം എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് കാടിനെ അയോധ്യയായിട്ട് സംരക്ഷിക്കണമെന്നൊക്കെ ലക്ഷ്മണനോട് പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് ഇവിടെ തൻ്റെ അമ്മമാരെ ശ്രദ്ധിക്കണമെന്നുള്ളത് ലക്ഷ്മണൻ പറയാതെ തന്നെ സഹധർമ്മിണിയായ ഊർമിള ചെയ്തു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഊർമിളയുടെ മഹാതത്വത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ചിന്തനം കൊണ്ടുവന്ന്, ഓരോ കഥാപാത്രത്തെ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ആ അനുഷ്ഠാന കർമ്മങ്ങൾ, നമ്മുടെ ജീവിതചര്യകൾ ഒന്ന് മാറ്റിയെടുത്ത് അതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രുതകീർത്തിയിലൂടെ ഊർമിളയിലേക്കെത്തി, ഊർമിളയിലൂടെ മാണ്ഡവിയിലേക്കെത്തി, മാണ്ഡവിയിലൂടെ സീതയിലേക്കെത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെയാവുന്ന സമയത്ത് നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും എങ്ങനെയായിത്തീരും? ലക്ഷണ ഉത്തമനായ ലക്ഷ്മണനിലൂടെ ശത്രുക്കളെ നിഗ്രഹിക്കാൻ സാധിക്കുന്ന കണ്ണും മൂക്കും നാക്കും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശത്രുഘ്ന ഭാവത്തോടുകൂടി ലക്ഷ്മണനായി, ലക്ഷ്മണൻ ഭരതനായി, ഭരതനായി ശ്രീരാമതത്വത്തെ അറിയുന്ന
ആ രാമ കഥാസാഗരത്തെ നമുക്ക് ഓരോരുത്തർക്കും ശ്രവണം ചെയ്യുകയും പാരായണം ചെയ്യുകയും നമുക്ക് ശ്രേഷ്ഠമാണ് എന്ന് ഇവിടെ പറയുന്നു. അപ്പം അത്തരത്തിലുള്ള രാമായണ കഥാമാധുരി നമുക്ക് ഓരോരുത്തർക്കും ഹൃദ്യസ്ഥമാക്കുവാൻ ഓരോ കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പങ്കാളിയാവുന്നു അല്ലേ. അങ്ങനെയുള്ള ശ്രുതകീർത്തിയെയും മാണ്ഡവിയെയും നമുക്ക് നോക്കിയാലും ജനക മഹാരാജാവിൻ്റെ അനുജൻ്റെ കുശധ്വജൻ്റെ 2 പുത്രിമാരാണ് ആരൊക്കെ? മാണ്ഡവിയും ശ്രുതകീർത്തിയും. അപ്പം അങ്ങനെ ശ്രുതകീർത്തിയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശത്രുഘ്നൻ്റെ ഭാര്യയുടെ പേര് ശ്രുതകീർത്തി എന്നാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ശ്രുതകീർത്തിയെയും മാണ്ഡവിയെയും നമുക്ക് ഇവിടെ പട്ടമഹർഷി സ്ഥാനത്തേക്ക് വേണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഭരതൻ രാജ്യഭരണം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പട്ടമഹർഷി സ്ഥാനം തനിക്ക് ലഭിക്കുമെന്ന് ആർക്ക് വിചാരിക്കാം? മാണ്ഡവിക്ക് വിചാരിക്കാം അല്ലേ. പക്ഷെ അതൊന്നും അവരുടെ മനസ്സിൽ വരാത്തതിൻ്റെ കാരണം ജനകനെക്കുറിച്ച്, ജനകൻ്റെ ഭരണത്തെക്കുറിച്ച്, ജനകൻ്റെ ആത്മബോധത്തെക്കുറിച്ച്, ആ തത്വസമീക്ഷകൾ നടക്കുന്ന ജനകൻ്റെ കൊട്ടാരത്തിൽ അഷ്ടാവക്രൻ എന്ന് പറയുന്ന മുനിശ്രേഷ്ഠൻ വരെ അവിടെ തൻ്റെ തപോഭൂമിയാക്കി മാറ്റിയ ജനകൻ്റെ കൊട്ടാരത്തെ നമുക്ക് വർണ്ണിക്കുന്നുണ്ട് അല്ലേ. എല്ലാ കൊട്ടാരങ്ങളിലും സ്വർണ്ണപാത്രങ്ങൾ ഉള്ള സ്ഥലത്ത് ഇവിടെ മൺപാത്രങ്ങളെ വെച്ചുകൊണ്ട് ജനകൻ്റെ കൊട്ടാരത്തിലെ ഒരു കഥ നമുക്ക് ആചാര്യന്മാരിലൂടെ കേൾക്കാൻ സാധിക്കുന്നു. എന്താ വെച്ചാൽ ആ തത്വസമീക്ഷകൾ നടക്കുന്ന സമയത്ത് ഒട്ടനവധി ബ്രഹ്മചാരികൾ ആ തത്വസമീക്ഷയിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പം ആചാര്യഭാഷണം നടക്കുന്ന സമയത്ത് അവിടെ ആരോ വന്ന്, ഏതോ ഒരു ഭടൻ വന്ന് പറയുന്നു, അവിടെ തീ വെച്ച് പലതും നശിക്കുന്നു, തീ വന്ന് ആളിക്കത്തി പലതും നശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, പല കൊട്ടാരങ്ങളിലെ ഭാഗങ്ങളും കത്തി നശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ആചാര്യനും ജനകനും അവിടുന്ന് എഴുന്നേറ്റ് പോയില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ബ്രഹ്മചാരികൾ എഴുന്നേറ്റ് പോയതായിട്ട് കഥ പറയുന്നു. അപ്പം എന്തിനാണ് അവർ പോയത് എന്ന് ചിന്തിച്ചപ്പോൾ അവർ ഉണക്കാനുള്ള വസ്ത്രങ്ങൾ, കോണകം വരെയുള്ള വസ്ത്രങ്ങൾ, അവർക്ക് ആകെയുള്ളത് 2-3 ജോഡി വസ്ത്രങ്ങളാണ്. അത് കത്തി ചാമ്പലാവാതിരിക്കാൻ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നേരെ മറിച്ച് ഇവിടെ രാജാവായിരിക്കുന്ന ആള് ഈ തൻ്റെ കൊട്ടാരത്തിൽ ഇത്രയും സമ്പത്തും സമൃദ്ധിയും നമുക്കുണ്ടായിരുന്നു അല്ലേ. സീതയെ വിവാഹം കഴിച്ച് 4 മക്കളെയും വിടുന്ന സമയത്ത് അത്രയും ആഭരണങ്ങൾ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്രയും കുതിരകൾ, തോരണങ്ങൾ, കുതിരകൾ, ആഭരണ 100 തരത്തിലുള്ള ആഭരണങ്ങൾ, നവരത്നങ്ങളെല്ലാം കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കൊടുത്ത ജനകന്റെ കൊട്ടാരത്തിലെ സമ്പത്തും സമൃദ്ധിയും ഉള്ള സ്ഥലത്ത് തീ വച്ച് പടർന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ തൻ്റെ വസ്ത്രങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പോയ ആൾക്കാരെ കാണാം. തനിക്കെന്ത് നഷ്ടപ്പെട്ടാലും ജ്ഞാനം എന്നുള്ള സമ്പാദ്യത്തിലേക്ക് ഉറച്ചു നിന്ന ജനകന്റെ പുത്രിമാരും അതേപോലെ തന്നെ ആയിരിക്കുമെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ. ഭരതന്റെ പട്ടമഹർഷിയായിട്ട് വേണമെങ്കിൽ അയോധ്യ ഭരിക്കാനുള്ള ഒരു മഹാവ്യക്തിയായിട്ട് ആർക്ക് മാറായിരുന്നു? കുശധ്വജന്റെ പുത്രിയായ മാണ്ഡവിക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അതൊന്നും ഭരതൻ എന്താണോ ചിത്രീകരിച്ചത് അത് മുഴുവൻ മനസ്സിലാക്കി കൂടെ നടന്ന വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഭരതൻ യാതൊരു ഇഷ്ടമില്ലാത്ത രാജഭരണം തൻ്റെ ജ്യേഷ്ഠനിൽ നിന്നും തനിക്ക് കൈമാറി എന്നറിഞ്ഞപ്പോൾ അവിടെ നിന്നും വേദനിച്ചുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ഭരതനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഭരതൻ്റെ സ്വഭാവശുദ്ധി ഇന്ന് നമ്മുടെ സഹോദരന്മാർക്കിടയിൽ ഉണ്ടാവണം. ആ സാഹോദര്യം, സുഹൃത്ത് ബന്ധങ്ങളെല്ലാം നമ്മുടെ കുടുംബത്തിലുണ്ടാകുവാൻ ഭരതൻ നമുക്ക് കാഴ്ചവെക്കുന്നു, ശത്രുഘ്നൻ നമുക്ക് കാഴ്ചവെക്കുന്നു. അതേപോലെ തന്നെ ശ്രുതകീർത്തിയും മാണ്ഡവിയും സീതയും നമുക്ക് കാഴ്ചവെക്കുന്നു അല്ലേ.
അപ്പോൾ മാണ്ഡവിയും ശ്രുതകീർത്തിയും ഊർമിളയും നമുക്ക് കാഴ്ചവെച്ചതുപോലെ സീതയും നമുക്ക് കാഴ്ചവെക്കുന്ന ഒരു സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അത്രയും ധർമ്മത്തെ പ്രദാനം ചെയ്തുകൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ടുവരണം. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ആ ധർമ്മം നിലനിർത്തുന്നതിലൂടെ കുലം പവിത്രം ജനനീകൃതാജ്ഞ, ആ കുലത്തെ പവിത്രമാക്കി എടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രയും അവർ ത്യാഗപൂർണമായ ജീവിതം നയിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ശത്രുഘ്നന്റെ ധർമ്മപത്നിയായ കീർത്തി കേട്ടവളായ ശ്രുതകീർത്തി പോലും തൻ്റെ മനോനിയന്ത്രണം ഉള്ള ആൾക്കാരായിരുന്നു. ഇന്നൊക്കെയാണ് വെച്ചാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫാമിലി കോർട്ടിലേക്ക് ഒന്ന് ചെല്ലാൻ സാധിക്കുക, അവിടെ ചെന്ന് അവിടെ എത്രയധികം കേസുകളുണ്ട് എന്ന് പഠിക്കാൻ സാധിക്കുക. ഈ കേസുകളെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? തമ്മിൽ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? അവരുടെ സ്വത്തുകളെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഫാമിലി കോർട്ടിൽ നടക്കുന്ന കേസുകൾ നോക്കിയാൽ ഇവിടെ നമുക്ക് ശ്രുതകീർത്തിയെയും ഊർമിളയെയും ചിന്തിക്കുമ്പോൾ എന്ത് കേൾക്കാൻ പറ്റും? ആ ധർമ്മബോധം എന്തിനു വേണ്ടിയിട്ടാണ്? കുലം പവിത്രം ജനനീകൃതാർത്ഥ, ആ കുലം പവിത്രമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ജനിച്ചു വന്ന കുലം ജനകൻ്റെ അച്ഛൻ്റെ പേര് നിലനിർത്തുന്ന രീതിയിലുള്ള ആ കുലത്തെ സംരക്ഷിക്കണം. തിരിച്ചു വന്നതോ അയോധ്യ എന്ന് പറയുന്ന രാജ്യത്തെ രാജാവിൻ്റെ മക്കളുടെ പത്നിയായിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് യാതൊരു വൈഷമ്യവുമില്ലാതെ മുന്നോട്ട് പോകാൻ ഭർത്താക്കന്മാരുടെ ജീവിത പ്രയത്നത്തിൽ നമ്മളും കൂടി പങ്കാളിയായി അതിനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു മാർഗമാണ് ശ്രുതകീർത്തിയിലൂടെയും മാണ്ഡവിയിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രുതകീർത്തി എന്ന വാക്കിലൂടെ നമുക്ക് കേൾക്കുന്നതെല്ലാം നല്ലതായിരിക്കണം. മനസ്സിനെ ഊർമിള ശാന്തരൂപത്തിലേക്ക് ആക്കാൻ സാധിക്കണം. അങ്ങനെ മാണ്ഡവിയിലൂടെ നമുക്ക് സീത ഉഴവുചാലിൽ നിന്നും കിട്ടിയ ധർമ്മത്തെ, മൂല്യത്തെ, വേദത്തെ, അതുപോലെ തന്നെ നമ്മുടെ പുരാണങ്ങളെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും അത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്ന ഉഴവചാലിൽ നിന്നും കിട്ടിയ സീതയുടെ മനസ്സിനെ പോലെ വേദശാസ്ത്രങ്ങളെ നമ്മൾ പകർന്നെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതമാക്കിയെടുക്കുക. നമുക്കെല്ലാം പറയാൻ എളുപ്പമാണ്, ജീവിതമാക്കിയെടുക്കാനാണ് വലിയ ബുദ്ധിമുട്ട്, അല്ലേ? ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ പറയുന്ന ആൾക്ക് എന്തെല്ലാം കർമ്മബന്ധങ്ങളുണ്ടാവും, അല്ലേ? എന്നിട്ട് അദ്ദേഹം രാമായണ പ്രഭാഷണം ചെയ്യുന്നുണ്ട്. ആ പ്രഭാഷണം ചെയ്യുന്നതിൽ എത്രത്തോളം അദ്ദേഹത്തിന് ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസങ്ങളിലും പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്ന്. ആ പകർത്തുന്നതിലൂടെ മാത്രമാണ് സമൂഹത്തിന് നേർവഴി കാണിക്കാനുള്ള വ്യക്തി നിർമ്മാണത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു യജ്ഞം തുടങ്ങാൻ എളുപ്പമാണ്, അത് പൂർത്തീകരിക്കലാണ് ഏറ്റവും, അല്ലേ? വേണമെങ്കിൽ ശ്രീരാമചന്ദ്രന് വനവാസത്തിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നു. ആ വനവാസത്തിൽ പകുതി ദൂരം പോയിട്ട് അവിടെയൊക്കെ ഒരുപാട് കാട്, എൻ്റെ കാലിൽ മുള്ളുകുത്തുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഭീകരമായ ജീവജാലങ്ങളുണ്ട്, എനിക്ക് ആരോഗ്യം വളരെ ബുദ്ധിമുട്ടാണ് എന്നെല്ലാം പറഞ്ഞ് വേണമെങ്കിൽ തിരിച്ചു വരാമായിരുന്നു, അല്ലേ? 14 വർഷം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നുള്ളൂ. അപ്പോൾ ഒരു യജ്ഞം തുടങ്ങാൻ എളുപ്പമുണ്ട്, ആ യജ്ഞത്തെ പൂർത്തീകരിക്കാനുള്ള ഒരു മാർഗം നമുക്ക് ജീവിതമാണ്. അതിന് തപസ്സാണ് ഏറ്റവും പ്രധാനം. രാമനാമം ജപിക്കുന്ന ഓരോരുത്തർക്കും മോക്ഷം സിദ്ധിച്ചിടും, മുക്തി സിദ്ധിച്ചിടും, നല്ല ജീവിത മാർഗത്തിലേക്ക് നമുക്ക് വഴിതെളിയിച്ചിടും എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ സീതയെയും അതുപോലെ തന്നെ ഊർമിളയെയും ശ്രുതകീർത്തിയെയും മാണ്ഡവിയെയും മനസ്സിലാക്കുന്നു. അപ്പോൾ സീതയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീത നമുക്ക് മനനം ചെയ്യുന്ന ഒരു സ്വഭാവത്തെ നമുക്ക് ആ കഥാപാത്രത്തിലൂടെ അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനനം ചെയ്യുക,
അല്ലേ? ആ മനനം ചെയ്യുന്നതിലൂടെ നമ്മൾ ശ്രേഷ്ഠമാക്കി എടുക്കാൻ സാധിക്കും. സീത എന്നുള്ള വാക്കില് മൈഥിലി എന്ന് നമ്മൾ പറയാറുണ്ട്. മിഥില രാജ്യത്തിൻ്റെ രാജാവിൻ്റെ മകളായിട്ട് മൈഥിലി എന്ന് പറയുന്നുണ്ട്. ജാനകി എന്ന് നമ്മൾ സീതയെ വർണ്ണിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കൂട്ടി സീതയുടെ കാര്യങ്ങളെല്ലാം, കൊട്ടാരത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവിടെ പൈങ്കിളികൾ വന്ന് പാടിക്കൊണ്ട് സീതയുടെ ജീവചരിത്രം പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ സീതയുടെ ജീവിതം ശ്രീരാമനിലേക്കാണ് എന്ന് നമുക്ക് കാണുന്ന സമയത്ത്, വിശ്വാമിത്ര മഹർഷി കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് അവിടെയുള്ള ഉദ്യാനത്തിൽ വെച്ചുകൊണ്ട് ദൂരെ നിന്നും സീതയും ശ്രീരാമനും കണ്ടുമുട്ടിയതായിട്ട് നമുക്ക് കാണാൻ പറയുന്നുണ്ട്. പല രാമായണത്തിലെ ഭാഗങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നു. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രീരാമനോട്, വനവാസത്തിലേക്ക് പോകാൻ ഇറങ്ങിയ ശ്രീരാമനോട് ചോദിക്കുന്ന ചോദ്യം, എന്തോർത്തു രാമ വൈദേഹമെന്നച്ഛൻ മിഥിലാധിപൻ ആണിന്മേയ് പൂണ്ട പെണ്ണാം നീ ജാമാതാവായി വന്നതിൽ എന്ന ഒരു ശ്ലോകം ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ട്. എന്തോർത്തു രാമ വൈദേഹമെന്നച്ഛൻ മിഥിലാധിപൻ ആണിന്മേയ് പൂണ്ട പെണ്ണാം നീ ജാമാതാവായി വന്നിരിക്കുകയാണോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആണിന്മേയ് പൂണ്ട പെണ്ണാം നീ, അദ്ദേഹത്തിന് ജാമാതാവായി വന്നത്, എൻ്റെ ഭർത്താവായി വന്നതല്ല പറഞ്ഞത്, അദ്ദേഹത്തിന് മരുമകനായിട്ട് വന്നത് ആരാണ്? ആണിന്മേയ് പൂണ്ട പെണ്ണാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിലാണ് അവിടെ സീതയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വനവാസത്തിൽ പോകുന്നുണ്ട്. ആ വനവാസത്തിലേക്ക് പോകുന്ന സീത രാമൻ്റെ കൂടെ തന്നെ എല്ലാ കാലത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 14 വർഷം സീത വനവാസത്തിൽ, 13ാമത്തെ വർഷമാണ് അവിടെ നിന്നും ആര് കൊണ്ടുപോകുന്നത്? കട്ടുകൊണ്ടുപോകുന്നത് അല്ലേ? നേരത്തെ നമ്മൾ പറയണ്ടായി, ഗൗതമ മഹർഷിയുടെ വേഷം ധരിച്ച് വന്നിട്ടാണ് ആശ്രമത്തിൽ കയറി അഹല്യയെ പ്രാപിക്കുന്ന ദേവേന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ലേ? അപ്പോൾ ഇവിടെയും ആചാരഭാഷണത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്, ആചാര്യന്മാർ പറയുന്നത് ഇങ്ങനെ, കാരണം എങ്ങാനും നമ്മൾ യഥാവേഷമനുസരിച്ച് ദേവേന്ദ്രൻ വന്നിരുന്നുവെങ്കിൽ ആശ്രമവാസികൾ അഹല്യയെ തെറ്റുധരിക്കുമായിരുന്നു എന്നൊരു വീക്ഷണം പറയുന്നു. അപ്പൊ അതേപോലെ തന്നെയാണ് ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്നിട്ടാണ് ആര്? രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. ഭവതി ഭിക്ഷാന്തേഹി എന്ന് പറയുന്ന സമയത്ത് അവിടെയുള്ള ഭിക്ഷ നൽകാൻ സാധിക്കുന്ന വീട്ടിനകത്തുള്ള ഭക്ഷണ സാമഗ്രികൾ എന്താണോ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുക, തനിക്ക് മാറ്റിവെച്ച് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് മാറ്റിവെച്ച് ഒരു ഭാഗം ദാനധർമ്മങ്ങൾ ചെയ്യാൻ സന്യാസിമാർ തൻ്റെ മുന്നിൽ വരുന്ന അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നുള്ള ദൗത്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ രാവണൻ വേഷം മറച്ചു വരുന്നത് സന്യാസി വേഷത്തിൽ വന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ ശൂർപ്പണഖ വേഷം മാറി വന്നിട്ടാണ് രാമനോട് പറയുന്നതായിട്ട് പറയുന്നു. പക്ഷെ വാൽമീകി രാമായണത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. പല്ലുകൾ, നീണ്ട പല്ലുകൾ, നീണ്ട കൂർത്ത നഖങ്ങൾ തുടങ്ങി വയറ് പോലും അല്ലേ, ഇന്ന് നമുക്ക് നോക്കിയാൽ അറിയാം, തല കുനിഞ്ഞു കഴിഞ്ഞാൽ താഴത്തുള്ള തള്ളവിരൽ കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള വയറ് പോലും അത്രയും വലുപ്പമുണ്ടായിരുന്ന ആളായിട്ടാണ് ശൂർപ്പണഖയെ. അപ്പോൾ ശൂർപ്പണഖ വേഷം മാറി സൗന്ദര്യവതിയായിട്ട് വന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ രാമായണത്തിൽ പല സന്ദർഭങ്ങളിൽ പല വ്യക്തികളും വേഷം മാറി വന്ന് പറ്റിക്കപ്പെടുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. ആ പറ്റിപ്പ് ഇല്ലാതിരിക്കണമെങ്കിൽ നിത്യം രാമജപം ചെയ്യണം, തപസ് ചെയ്യണം, ആത്മബോധത്തോടുകൂടി ആത്മസാക്ഷാത്കാരത്തിന് തയ്യാറാവണം. നമ്മൾ അതിന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രാമതത്വത്തിലേക്ക് നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം.